Hi dears, welcome back to another video. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലുള്ള ഗ്രീവൻസ് റീഡ്രസൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിലിനി എടുക്കാനുള്ളത് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പാർട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്? ആ പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലേബേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഇംപ്ലൈസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഫിസിക്കലി എല്ലാ വർക്കേഴ്സും മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിങ്ങിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് അവർ മെൻ്റലി ആൻഡ് ഇമോഷണലി ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വർക്കേഴ്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനിങ്ങിൽ മെൻ്റലി ഇമോഷണലി എല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, റാദർ ദാൻ ഫിസിക്കൽ പ്രസൻസ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മെക്കാനിസം വേർ വർക്കേഴ്സ് ഹാവ് എ സേ ഇൻ ദ ഡെസിഷൻ മേക്കിംഗ്. തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ വർക്കേഴ്സിന് ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, കൺസൾട്ടേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് ഫോർമലി ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫോർമൽ രൂപത്തിൽ ആയിരിക്കാം. ഇനി കെയ്ത്ത് ഡേവിസ് പറയുന്നത് എന്താ നോക്കാം. അക്കോർഡിംഗ് ടു കെയ്ത്ത് ഡേവിസ്, പാർട്ടിസിപ്പേഷൻ റെഫേഴ്സ് ടു ദ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ വിച്ച് എൻകറേജസ് ഹിം ടു കോൺട്രിബ്യൂട്ട് ടു ഗ്രൂപ്പ് ഗോൾസ് ടു ഷെയർ റെസ്പോൺസിബിലിറ്റി ഓഫ് അച്ചീവ്മെൻറ്റ്. ഒരാളുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ആണ്, ഒരു ഗ്രൂപ്പിലേക്ക് എത്രത്തോളം മെൻ്റലി ഇമോഷണലി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് എൻകറേജ് ഹിം ടു കോൺട്രിബ്യൂട്ട് ടു ഗ്രൂപ്പ് ഗോൾസ്. അങ്ങനെ മെൻ്റലി ഇമോഷണലി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് ഗോൾസിലേക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെൻ്റലി ഇമോഷണലി വർക്കേഴ്സ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുക. ഈ പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എഴുതാവുന്നതുള്ളൂ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ പാർട്ടിസിപ്പേഷൻ. ഡെഫിനിഷനിൽ പറഞ്ഞ അതേ കാര്യമാണ്. പിന്നെ ഇറ്റ് മേ ബി ഇൻ ഫോർമൽ ഓർ ഇൻഫോർമൽ. പിന്നെ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, കൺസൾട്ടേഷൻ ഉണ്ടാവും. മറ്റൊരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത് പാർട്ടിസിപ്പേഷൻ ഈസ് ആസ് എ ഗ്രൂപ്പ് നോട്ട് ആസ് ഇൻഡിവിജ്വൽസ്. നമ്മളൊരു ഗ്രൂപ്പിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നോക്കാനുള്ളത് ലെവൽസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. പ്രധാനമായിട്ടും 5 ലെവൽസ് ആണുള്ളത്. അതിലൊന്നാമത്തതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ. ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ ഏബിൾ ടു റിസീവ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രസ് ദെയർ വ്യൂസ്. എംപ്ലോയീസിന് ഇൻഫർമേഷൻസ് കിട്ടുകയും അവരുടെ വ്യൂസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതാണ് കൺസൾട്ടേറ്റീവ് ഇമ്പോർട്ടൻസ്. കൺസൾട്ടേറ്റീവ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ കൺസൾട്ടഡ് ഓൺ ദ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയി വെൽഫെയർ. എംപ്ലോയി വെൽഫെയർസ്, അതായത് വർക്ക്, സേഫ്റ്റി, ഹെൽത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കൺസൾട്ടേഷൻ ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതാണ് കൺസൾട്ടേറ്റീവ് ഇമ്പോർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തതാണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് യുനാനിമസ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനുള്ള, അസോസിയേഷൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വേദി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വണ്ണാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓൾറെഡി എടുത്തിട്ടുള്ള ഡെസിഷൻസ് ഉണ്ടായിരിക്കും. അത് എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാനേജേഴ്സ് എടുത്തിട്ടുള്ള ഡെസിഷൻസ് അതിന് പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഡെസിസീവ് പാർട്ടിസിപ്പേഷൻ. ഡെസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഡെസിഷൻസ് എടുക്കുന്ന കാര്യത്തിലുള്ള പാർട്ടിസിപ്പേഷനാണ്.
ഇവിടെ പ്രൊഡക്ഷൻ, വെൽഫെയർ തുടങ്ങിയിട്ടുള്ള മാറ്റേഴ്സിൽ എംപ്ലോയീസും കൂടെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 5 ലെവൽസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അടുത്തൊരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്? ഇതിലൊന്നാണ് ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇൻഡസ്ട്രിക്ക് അകത്തൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. 2, ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ടു ബിൽഡ് ദ ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. ഇമോഷണലി മെൻ്റലി ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഒന്നുകൂടെ ഡൈനാമിക് ആയിരിക്കും, അവർക്ക് ഒന്നുകൂടെ ഒരു എനർജി ഉണ്ടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ വർക്കേഴ്സിൻ്റെ സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്സ് എല്ലാം ഇതുവഴി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടായിരിക്കും. അതുവഴി ഇൻഡസ്ട്രിയൽ പീസും ഹാർമണീസും എല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ വർക്കേഴ്സിന് നല്ല രീതിയിലുള്ള റെക്കഗ്നിഷൻ കൊടുക്കാനും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിലുള്ള ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് റിഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ്. എവിടെയാണ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് ഉണ്ടായിരിക്കുക? ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ഓർഗനൈസ്ഡ് ഗ്രൂപ്പുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് ആവില്ല അതിൻ്റെ ഒപ്പോസിറ്റ് ഗ്രൂപ്പിന് ഉണ്ടാവുക. അപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ നല്ല രീതിയിലൊരു കോപ്പറേഷൻ ഉണ്ടാവുകയും അതുവഴി പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. പിന്നെ മറ്റൊന്നാണ് പീസ് ആൻഡ് ഹാർമണി ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള സഹവർത്തിത്വം ഉണ്ടാവാൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുവഴി എന്തുണ്ടാവും? ഓവറാൾ ഗ്രോത്ത് ഉണ്ടായിരിക്കും. എല്ലാ പോയിൻറ്റ്സുകളും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. മറ്റൊരു പോയിൻ്റാണ് എൻഹാൻസസ് റെസ്പോൺസിബിലിറ്റി. ലേബർ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് ലേബറേഴ്സിന് അവരുടെ സ്വന്തമാണ് ഓർഗനൈസേഷൻ, അവരുടെ ഓൺ ഓർഗനൈസേഷനാണ് എന്നൊരു ഫീല് വരികയും അതേപോലെ അവർ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ സാധ്യതയും ഉണ്ട്. പിന്നെ അതുപോലെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് കുറയാനുള്ള സാധ്യത ഉണ്ട് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ്. അടുത്തൊരു ടോപ്പിക്കാണ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിലൊന്നാണ് എൻലൈറ്റൺ ആൻഡ് ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ്. ഓർഗനൈസേഷനകത്ത് വളരെ ഫ്രീ ആയിട്ടുള്ള നല്ല രീതിയിൽ ഫ്രാങ്കായിട്ട് കാര്യങ്ങൾ ഒപ്പീനിയൻസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ലേബറേഴ്സിനും മാനേജ്മെൻറ്റിനും ഒരുപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. ആൻഡ് വർക്കേഴ്സിന് ദേ മസ്റ്റ് ഹാവ് ജെന്യൂൻ ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം. ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. മറ്റൊരു പോയിൻ്റാണ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് മാനേജ്മെൻറ്റും അതുപോലെ ട്രേഡ് യൂണിയൻസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കോഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പോയിൻ്റാണ് ദർ മസ്റ്റ് ബി എ റിയൽ പാർട്ടിസിപ്പേഷൻ. റിയൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരിക്കരുത്. എംപ്ലോയീസിൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ ഓഫ് കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്കഷനിലും മറ്റും കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ ആ ഒരു ഓർഗനൈസേഷനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ റിയൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ. ബോർഡ് ലെവൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ 1-2 വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്തിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പം അവിടെ ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി കീപ്പ് ചെയ്യാനും വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാനും സാധിക്കും. മറ്റൊരു മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ്.
ഓണർഷിപ്പിലൂടെയുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ അലൗഡ് ടു പർച്ചേസ് ഷെയർസ് ഓഫ് ദ കമ്പനി ആൻഡ് ദസ് ബിക്കം കോ ഓണേഴ്സ്. വർക്കേഴ്സിന് ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക, അതുവഴി അവർ ഓർഗനൈസേഷൻ്റെ കോ ഓണേഴ്സായിട്ട് മാറുകയാണ്. അങ്ങനെയും അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ കംപ്ലീറ്റ് കൺട്രോൾ. നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റാണ്. വർക്കേഴ്സ് അക്വയർ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദ മാനേജ്മെൻറ്റ് ത്രൂ എലക്റ്റഡ് ബോർഡ്സ്. ബോർഡ് വഴി എലക്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു കംപ്ലീറ്റ് കൺട്രോൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ സ്റ്റാഫ് കൗൺസിൽ ഓർ വർക്ക് കൗൺസിൽ. വർക്ക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അവിടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത് എംപ്ലോയീസ് മാത്രമായിരിക്കും. ഇത്തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത് ട്രേഡ് യൂണിയൻ്റെ പവറിനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരുപാട് കാലമൊന്നും ഇത്തരം യൂണിയൻസ് നടന്നു പോവാറില്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് ജോയിൻറ്റ് കൗൺസിൽ. ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എംപ്ലോയീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ആറാമത്തെ ഒന്നാണ് വർക്ക് കമ്മിറ്റി. 100 അതിലധികമോ വർക്കേഴ്സുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്തുള്ള ഒരു ലീഗൽ റിക്വയർമെൻറ്റാണ് വർക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ലേബറേഴ്സിൻ്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ യൂണിറ്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. During a collective bargaining period, workers' representatives approach the employer and attempt to negotiate a contract which both sides can agree with. രണ്ട് കൂട്ടരും തമ്മിൽ, അതായത് എംപ്ലോയീസും തമ്മിൽ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അവിടെ ബാർഗെയിനിങ് നടത്തിയിട്ട് ഡെസിഷനിലെത്തുന്നതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. മറ്റൊരു മെത്തേഡാണ് ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഡിങ് ടാസ്ക്, അവർ ചെയ്യുന്ന വർക്കിൽ കുറച്ചുകൂടെ ടാസ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ചെയ്യുന്ന വർക്കിൽ കൊടുക്കുക. ഇത്തരത്തിലെല്ലാം എംപ്ലോയീസിന് പാർട്ടിസിപ്പേഷൻ കൊടുക്കാവുന്നതാണ്. മറ്റൊന്നാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീംസ്. സജഷൻ സ്കീം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു ഗിവ് സജഷൻ ഫോർ ഇംപ്രൂവിങ് ദ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഇത്. അടുത്തൊരു മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വാളിറ്റി സർക്കിൾ. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് 1960s ജപ്പാനിലാണ്. To provide voluntary participation by workers in the direction of quality improvement and self-development. ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 7 മുതൽ 10 വരെ ആളുകൾ ഉണ്ടായിരിക്കും. റെഗുലറായിട്ട് മീറ്റ് ചെയ്തിട്ട് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സർക്കിൾസ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് റെഗുലർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ട് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെയും മറ്റുള്ള അനാലിസിസിലൂടെയും പുതിയ കാര്യങ്ങൾ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡാണ് എംപവേർഡ് ടീംസ് എന്ന് പറയുന്നത്. എംപവർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവുക? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരുപോലുള്ള ആളുകൾക്കാണ് എംപവർമെൻ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ എംപ്ലോയീസിന് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ നന്നായിട്ട് അവരുടെ ജോബ്സ് കൺട്രോൾ ചെയ്യാനും ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. 11th മെത്തേഡാണ് TQM അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റീവ് ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ് ഫോർ കണ്ടിന്യൂസ്ലി ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സസ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിനെയാണ് TQM എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഈ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ്റെ പിന്നിലുള്ള ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇഫ് ആൻ എംപ്ലോയി ഹാസ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ഹി ഓർ ഷീ ഈസ് ലൈക്ലി ടു ബി മോർ പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആൻഡ് ഇൻവോൾവ്. നമ്മൾ മറ്റെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഒരു ഇൻവോൾവ്മെൻറ്റ് ഓർഗനൈസേഷനകത്തുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അവർ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ വരുന്നത്.